Travancore Builders, my home, brought to you by Travancore Swiss Gardens, Kochi. Expect the next launch from Travancore Builders. in association with V-Guard Stabilizers. നിങ്ങളുടെ ടിവിക്ക് സംരക്ഷണമേകൂ എല്ലാ ആപത്തുകളിൽ നിന്നും. V-Guard, the name you can trust. ഈസ്റ്റേൺ കറി പൗഡർ കൈപുണ്യത്തിന്റെ 25 വർഷങ്ങൾ. എലമിക്സ് വെഡിംഗ് കാസിൽ കായംകുളം, ഉടൻ കണ്ണൂരിലും. ഇത്ര സുന്ദരം സ്വന്തമായൊരു സ്വപ്നഗൃഹം പണിയുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്നാൽ ആ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ആ നിർമ്മാണത്തെ ചുറ്റിപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള ഇൻഫർമേഷൻസ് നിങ്ങളിൽ എത്തിക്കുകയാണ് മൈ ഹോമിലൂടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ഹോമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ടെറസിൽ കൃഷി ചെയ്യുക എന്നുള്ളത് നമ്മുടെ വീട്ടിലും എങ്ങനെ സാധ്യമാക്കാം? റിനോവേറ്റ് ചെയ്ത വീടാണ് മൈ ഹോമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. കാണുമ്പോൾ വളരെ പുതുമ തോന്നുന്ന ഈ വീടിന്റെ യഥാർത്ഥ ഭംഗി നമ്മൾ അറിയണമെങ്കിൽ ഈ വീടിന്റെ പഴയ പിക്ചർ നമ്മൾ എല്ലാവരും കണ്ടിരിക്കണം. ഒരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം ഈ വീടിന്റെ ഹൗസ് ഓണറും സിവിൽ എഞ്ചിനീയറുമായ മിസ്റ്റർ ലൂക്കാസിനോട്. നമസ്കാരം സർ. ശരിക്കും ഞാനും പ്രേക്ഷകരൊക്കെ ഈ വീടിന്റെ പഴയ രൂപം കണ്ടിപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. സന്തോഷം. സാധാരണ ആളുകളെല്ലാം പഴയ വീട് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്തിട്ടാണ് അവിടെ പുതിയ വീട് വെക്കുന്നത്. സർ എങ്ങനെയാണ് പഴയ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഈ വീടിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ? പഴയ വീടിൻ്റെ ഒരു 80% ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. മെയിനായിട്ട് ഇപ്പം ഫ്രണ്ടിൽ നിന്ന് വരുവാണെങ്കിൽ ഈ സിറ്റ് ഔട്ട് മാത്രമേ പുതിയതെന്ന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം പഴയത് തന്നെയാണ്. അതെ. ഈ സിറ്റ് ഔട്ടിൻ്റെ ഒരു 10 അടി ഫ്രണ്ടിലോട്ട് വരികത്ത് കഴിഞ്ഞാൽ പഴയ റബ്ബർ തോട്ടത്തിൻ്റെ ടെറൈൻ പല തട്ടുകളായിട്ട് ഇവിടം വരെ വന്നിരുന്നതാണ്. ഈ മൊത്തം ഇവിടെ പല വൃക്ഷങ്ങളും റബ്ബറും ഒക്കെ ആയിട്ട് തന്നെയായിരുന്നു. അത് കംപ്ലീറ്റ് ലെവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അടുക്കള ഇവിടെയായിരുന്നു, ഈ ഫ്രണ്ടിലായിരുന്നു അടുക്കള. അതുകൊണ്ട് ഒരു ഓക്വേർഡായിട്ട് തോന്നിയതുകൊണ്ട് അടുക്കള മൊത്തം നേരെ ബാക്ക് വശത്തേക്ക് പടിഞ്ഞാറ് വശത്തേക്ക് മാറ്റി. ബാക്കി അടുക്കളയിൽ മാത്രമേ ഉള്ളൂ ഇവിടെ മെയിനായിട്ട് പൊളിച്ച് മാറ്റി എന്ന് പറയാനുള്ളൂ. തീർച്ചയായും. സാറിന് ഈ റിനോവേറ്റ് ചെയ്യാന്നുള്ളത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് തോന്നാനുള്ളൊരു കാര്യം എന്താണ്? അതൊരു 10-40 വർഷം 40 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് പഴയ വീടിന്. പിന്നെ പഴയ റൂമുകൾ പറഞ്ഞ പോലെ കുറേ ഇരുളിമയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്ലോറിങ്സ് കംപ്ലീറ്റ് പല ടൈപ്പ് ഫ്ലോറിങ്സ് ആയിരുന്നു, അതെല്ലാം പോയി, അതൊന്ന് മാറേണ്ടിയിരുന്നു. പിന്നെ ചെറിയ റൂംസുകൾ, പിന്നെ കുറേ 5 ബെഡ്റൂം ഉണ്ടായിരുന്നു, പക്ഷേ അത് 2 ബാത്ത് അറ്റാച്ച്ഡ് അല്ലായിരുന്നു. പിന്നെ ഡ്രസ്സിംഗ് റൂമിൻ്റെ പോരായ്മയുണ്ടായിരുന്നു. സാധാരണ ആൾക്കാരെല്ലാം പഴയ വീട് പൊളിച്ച് മൊത്തത്തിൽ മാറ്റിയിട്ടാണ് പുതിയ വീടൊക്കെ നിർമ്മിക്കുന്നത്. പക്ഷേ സാറ് എങ്ങനെ അത് റിനോവേറ്റ് ചെയ്ത് അത് കളയാതെ, ഇപ്പോൾ സാറ് പറഞ്ഞു കിച്ചൻ്റെ ഭാഗം മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കാനുള്ളൊരു കാര്യം? മെയിനായിട്ട് കാര്യം ഇത് നിങ്ങൾക്ക് അകത്ത് കയറി കാണുമ്പോൾ അറിയാം. കാര്യം ഇവിടുത്തെ ഡോഴ്സ് ആൻഡ് വിൻഡോസ് എല്ലാം പഴയ വീട്ടിലുണ്ടായിരുന്നത് തന്നെയാണ് മൊത്തം സെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ തടിയുടെ മച്ച്, അതായത് ഓടിൻ്റെ ഡ്രസ്സ്, തടിയുടെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. പണ്ടേതുള്ള തടി നല്ല സീസൺ ചെയ്ത വെള്ളമില്ലാത്ത നല്ല തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് മൊത്തത്തോടെ പൊളിച്ച് കളയാന്ന് പറയുന്ന മണ്ടത്തരം. അതുപോലെ നല്ല വുഡൻ സീലിങ്സ് ആണ് ഇവിടെ മൊത്തം ഉള്ളത്. ആഞ്ഞിലിയുടെ നല്ല വുഡൻ സീലിങ്സ് ആണ്. അതൊക്കെ കളയാന്ന് പറയുന്നത് വെറുതെ ഒരു മണ്ടത്തരം തന്നെയാണ് തീർച്ചയായും. അതുപോലെ തന്നെ സാറ് ഇപ്പം പഴയ വീടിനെ അതായത് പുതുക്കി പണിയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം റീറ്റെയിൻ ചെയ്ത് പോകണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു? അതെ, ഇപ്പം ഇത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തടി യാതൊരു കാരണവശാലും കളയണ്ട എന്നുള്ളൊരു. അതെ. യൂസ് ചെയ്തു. ഇതാണ് പഴയ ഡ്രോയിങ് റൂമാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഡൈനിങ് റൂമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇത് അതെ. റിനോവേറ്റ് ചെയ്തപ്പം എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ആർക്കിടെക്റ്റിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇതൊരു തറവാടാണ്. ഇപ്പോൾ പുതിയ ജനറേഷൻ
അവർ വരുമ്പോൾ ഇതൊരു തറവാടാണെന്നുള്ളൊരു ഫീലിംഗ് തോന്നണം. പുതിയൊരു മോഡേൺ രീതിയിലുള്ള കുറേ പിന്നെ മോഡേൺ വർക്കുകളോ അല്ലെങ്കിൽ കുറേ ഒരു ഓർണമെൻ്റൽ വർക്കോ അങ്ങനത്തെ ഒന്നും വേണ്ട എന്നുള്ളൊരു പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നു. അതെ തീർച്ചയായും നമ്മുടെ പഴയ ഒരു തറവാടാണെന്ന് തന്നെ തോന്നണം. അതുകൊണ്ട് തന്നെ കഴിവതും പഴയ കാര്യങ്ങളെല്ലാം റീറ്റെയിൻ ചെയ്തിരുന്നു. പഴയ വീട്ടിലുണ്ടായിരുന്ന ഡ്രോയിങ് റൂമിലെ വുഡ് പാനലിംഗ് ആണ്, വുഡൻ പാനലിംഗ് ആണ്. അതിപ്പം പ്രയർ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുറേ ഭാഗം വേറെ ഒരു ബെഡ്റൂമിലെ ഒരു ഷോവാളായിട്ട് മാത്രം വെച്ചു. അതെ തീർച്ചയായും പാസേജ് പഴയ വീട്ടിലുണ്ടായിരുന്നതാണ്. ഇത് നല്ലൊരു സെപ്പറേഷനാണ്. ബെഡ്റൂമുകളെല്ലാം ഈ പാസേജിൻ്റെ 2 സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് റൂം ഡൈനിങ് റൂമായിട്ടൊന്നും ഏകദേശം യാതൊരു ബന്ധവും ഇല്ലാത്ത നല്ലൊരു പ്രൈവസി തന്നെ കിട്ടുന്നുണ്ട് ഇങ്ങോട്ട്. ഇത് പിള്ളേർക്കുള്ള ബെഡ്റൂമാണത്. ഇത് പഴയ നേരത്തെ ബാത്ത് അറ്റാച്ച്ഡ് അല്ലാത്ത 2 ബെഡ്റൂമുകൾ ഒന്നാക്കിയതാണ് ഇപ്പോൾ. ഇതിൽ കുറച്ചുകൂടി സ്പേസ് കൂട്ടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും? അതെ 2 ബെഡ്റൂം ഇപ്പോൾ ഒന്നാക്കുക, 2 ബെഡ്റൂം ഒന്നാക്കി. അത് നോക്കുക, പഴയ ഇവിടെയായിരുന്നു വാള്, അതിനിപ്പം സെപ്പറേറ്റ് ഒരു ബീം ഉണ്ടാക്കി പഴയ തന്നെ ഒറ്റയാക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷനാണ് ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന പ്രയർ റൂം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചപ്പോൾ ബെഡ്റൂമിലാണെങ്കിലും അവിടെ ഡ്രോയിങ് റൂമിലാണെങ്കിലും ഒക്കെ കർട്ടൻ യൂസ് ചെയ്തിട്ടില്ല. അതെന്താ അങ്ങനെ ഒരു കർട്ടൻ? സാധാരണ എല്ലാവരും കർട്ടനിൽ കൂടുതൽ പുതുമകൾ കൊണ്ടുവരാനും വളരെ ആഡംബരമായിട്ട് തോന്നുന്ന രീതിയിലുള്ള പുതിയ ട്രെൻഡുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടുതൽ കർട്ടൻസ് ആണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ സാറിൻ്റെ ഒരു വീട്ടിലൊരു പ്രത്യേകത എന്നൊന്നും എനിക്ക് തോന്നുന്നു കർട്ടൻ അങ്ങനെ. തീർച്ചയായും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കർട്ടൻ ഇട്ടിട്ട് മടുത്ത ഒരാളാണ് ഞാൻ. ആദ്യം ഒരു 20 വർഷം മുമ്പേ വെർട്ടിക്കൽ ബ്ലൈൻഡ്സ് ഇവിടെ ആറുള്ള കാലത്ത് ഉപയോഗിച്ചായിരുന്നു. ഞങ്ങൾ പൊതുവേ പകലൊക്കെ ഈ ജനലുകൾ പകലെന്നല്ല രാത്രിയാണെങ്കിലും ജനലുകൾ എപ്പോഴും തുറന്നിടാണ്. അപ്പോൾ എപ്പോഴും ഈ കാറ്റടിക്കുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്സുകൾ എപ്പോഴും അതിൻ്റെ ആ ലിങ്ക്സ് പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ട്. നമ്മുടെ ഇവിടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ഒരു വിഷയമല്ല. അതാണ് മെയിനായിട്ട് കർട്ടൻ വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള കാര്യം. ഗസ്റ്റ് റൂമിലൊക്കെ കർട്ടൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതെ കാരണം നമ്മളുടെ ആ ഒരു ഫ്രീഡം അവർ വരുമ്പോൾ തീർച്ചയായും. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഫ്ലോറിങ് ശ്രദ്ധിച്ചു. ഇപ്പോൾ സാധാരണ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞപ്പോൾ ടൈലിലാണെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിനെങ്ങനെയാണ് അങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? മെയിൻ കോമൺ ഏരിയാസിലെല്ലാം വിട്രിഫൈഡ് ടൈലിൻ്റെ തന്നെ ലപ്പോട്ട സീരീസിലുള്ളതാണ് ഇട്ടിരിക്കുന്നത്. അത് നല്ല മാറ്റ് ഫിനിഷാണ്. അത് നല്ല റഫാണ്. അത് വെച്ചാലും വെള്ളം വീണാലും പ്രശ്നമില്ല. ബെഡ്റൂമുകളിൽ 4 ബെഡ്റൂമുകളിൽ ലാമിനേറ്റ് വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ 3 ലാമിനേറ്റ് വുഡ് ഉപയോഗിച്ചിട്ടുള്ള ബെഡ്റൂമുകളിലൊക്കെ ഡ്രസ്സിംഗ് റൂമുണ്ട്. കാര്യം ബാത്റൂമിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം ഇങ്ങോട്ട് വരുന്നില്ല. ഡ്രസ്സിംഗ് റൂമിൽ വന്ന് ഒന്നും ഡയറക്റ്റ് വരുന്നില്ല. ഒരു ഗസ്റ്റ് റൂമിൽ ഡ്രസ്സിംഗ് റൂമില്ല, അവിടെ വിട്രിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സാർ ഇപ്പം ഇത് പുതുക്കി പണിതപ്പം പഴയ വീട്ടിലുണ്ടായിരുന്ന ഏതെങ്കിലും തടി കൂടാതെ വേറെ എക്സ്ട്രാ തടി യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇത് വന്നോ? തടി ഞാനൊന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ പുതിയതായിട്ടുണ്ടാക്കിയ കബോർഡ്സ്, കിച്ചൺ കബോർഡ്സ്, പിന്നെ ഡ്രസ്സിംഗ് ഷെൽഫ്സുകൾ അതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. റിനോവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പഴയ ബിൽഡിംഗ് ആദ്യം മുഴുവനായിട്ടും പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ടെറസിൽ കൃഷി ചെയ്യുക എന്നുള്ളത് നമ്മുടെ വീട്ടിലും എങ്ങനെ സാധ്യമാക്കാം? My home, building dreams. തുരുത്തിയിലത്തെ ഈ വീടിൻ്റെ ക്ലയൻറ്റ് മിസ്റ്റർ ലൂക്കാച്ചൻ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു കൺഫ്യൂഷനിൽ ആയിരുന്നു. ഈ പഴയ വീട് ഉണ്ട് പുള്ളിക്ക്, പക്ഷേ അത് പുതുക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിമോളിഷ് ചെയ്ത് പണിയണോ, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ആയിരുന്നു പുള്ളിയുടെ മനസ്സിൽ. പുള്ളി ഫാമിലി ആയിട്ട് തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ നമുക്കൊരു ചാൻസ് കിട്ടി ഇവരെല്ലാവരായിട്ടും സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇവർക്ക് ഈ വീടിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റേതായ കുറച്ച് കൺവീനിയൻസസ്, കംഫേർട്ട്,
പിന്നെ ജനറലി ആ ട്രഡീഷനോടൊരു ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഈ ഫുൾ സ്റ്റഡി സ്ട്രക്ചറിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കലിൻ്റെയും ബാക്കി അതിൻ്റെ സറൗണ്ടിങ്സ് ലാൻഡ്സ്കേപ്പ് ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ സ്റ്റഡി ചെയ്യാൻ ആദ്യം തീരുമാനിച്ചിട്ട് ഞാൻ പറഞ്ഞു, ലൂക്കാച്ചനോട് പറഞ്ഞു, ഇത് നോക്കിയിട്ട് നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഏത് രീതിയിൽ വേണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയത്, ഇപ്പോൾ ഈ ബിൽഡിങ്ങിന് അതിൻ്റേതായ ഒരു കംഫർട്ട് ലെവൽ സാധാരണ ഈ പഴയ ബിൽഡിങ്സിനേക്കാളും കൂടുതലായിരുന്നു. പ്രോബ്ലംസ് ആയിട്ടാണെങ്കിൽ റൂഫിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് എഡിഷൻസ് അവർ ചെയ്തതൊക്കെ പിന്നീട് നമ്മളെ മോഡേൺ ആവശ്യങ്ങൾക്ക് പറ്റുന്നതല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മോഡിഫിക്കേഷൻസ് വേണമായിരുന്നു. പിന്നെ ലൈറ്റിൻ്റെ ഒരു വലിയ പ്രശ്നം ചില റൂംസിലുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ വരും, എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവും കൂടെ ആക്കും എന്നുള്ളതായിരുന്നു. ക്ലയൻ്റ് ഒരു കോൺട്രാക്ടർ, ഒരു മേജർ കോൺട്രാക്ടർ ആയതുകൊണ്ട് അതിൽ പുള്ളിക്ക് വലിയൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റി. റെനോവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പഴയ ബിൽഡിംഗ് ആദ്യം മുഴുവനായിട്ടും പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏത് റെനോവേഷൻ ചെയ്താലും ഒരു മിനിമം 10 വർഷത്തേക്കെങ്കിലും ഒരു മെയിൻ്റനൻസും ഒരു മേജർ മെയിൻ്റനൻസും ഇല്ലാതെ ഇരിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഒരു 10 years മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് ഈ റെനോവേഷൻ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായി. പിന്നെ ഏത് റെനോവേഷനും ബിൽഡിങ്ങും നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഓവർ ടൈമാണ്. ഓൺലി ടൈം വിൽ ഗിവ് ദ കറക്റ്റ് റിസൾട്ട് എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക്. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഷുഡ് ബി എ വെരി ഗുഡ് റിസൾട്ട്. ശരിക്കും ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂവിന് കൂടുതൽ അട്രാക്ഷൻ തരുന്നത് വളരെ ലെങ്തിയിലായിട്ടുള്ള ഒരു വൈറ്റ് എഫക്റ്റും അതുപോലെ തന്നെ മറ്റൊരു ഇതിൻ്റെ ഓട് ലേ ചെയ്തിരിക്കുന്നതിലൊരു പ്രത്യേകതയാണ്. ശരിക്കും ഈ ഓട് പഴയ വീട്ടിലുണ്ടായിരുന്ന ഓട് തന്നെയാണോ യൂസ് ചെയ്തിരിക്കുന്നത്? തീർച്ചയായും പഴയ വീട്ടിലുണ്ടായിരുന്ന ഓട് ജസ്റ്റ് പെയിൻ്റ് അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് മുമ്പായിട്ട് ചെയ്ത ഒരു കാര്യം, പഴയ ഓട് മൊത്തം താഴത്തോട്ട് ഇറക്കിയിട്ട് പഴയ തടിയുടെ ഫ്രെയിമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയിരുന്നു, ചെക്ക് ചെയ്തിരുന്നു. നമ്മൾ ഇത് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തി ഭാവിയിൽ ചതിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പുതിയതായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ ഹീറ്റ് ഷീൽഡ് എന്നും പറഞ്ഞ് പുതിയൊരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ലേ ചെയ്തു. അതുകൊണ്ടുള്ള വിശേഷം എന്ന് വെച്ചാൽ ചൂട് കാലത്ത് വളരെ ചൂട് കുറയും. തണുപ്പ് കാലത്ത് ഇനിയിപ്പോൾ തൽക്കാലം ഒരു ഓടല്ലോ പൊട്ടുമോ അല്ലെങ്കിൽ നമ്മുടെ പാത്തിൽ കൂടെ ഒരു ലീക്ക് വരുകയോ ചെയ്യുകയാണെങ്കിൽ അകത്തേക്ക് വരാതെ. ഇപ്പോൾ സാർ ഇപ്പോൾ ഈ ഒരു വീട് പഴയ വീട് പുതുക്കി പുതിയ വീട് നിർമ്മിച്ചു. ഇപ്പോൾ സാർ ഒരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് സാറിന് ഇതിൻ്റെ കൂടുതൽ വശങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാം. പക്ഷേ സാധാരണ ഒരാൾ ഇതുപോലെ പുതിയ വീട് പഴയ വീട് പുതുക്കി പുതിയ വീട് നിർമ്മിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സാറിനൊരു ഇൻഫർമേഷൻ പോലെ പറയാനുള്ളത്. മെയിനായിട്ട് നല്ലൊരു ആർക്കിടെക്റ്റ്, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആർക്കിടെക്റ്റ് വേണം. കാര്യം അതെ കാര്യം ഒരു ആർക്കിടെക്റ്റിന് കഴിവെന്ന് പറയുന്നത് പഴയ വീട് റിനോവേറ്റ് ചെയ്യുന്നതിലാണ്. കാര്യം ഒരു ജസ്റ്റ് ഒരു പ്ലെയിൻ ലാൻഡിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലോട്ടിലോ ഒരു പുതിയൊരു സ്ട്രക്ചർ വരയ്ക്കാൻ ആരെക്കൊണ്ടും സാധിക്കും. അതാണ് പഴയ സാധനങ്ങൾ കഴിവത് നിലനിർത്തിക്കൊണ്ട് പഴയ സ്ട്രക്ചറിന് യാതൊരു ഫെയിലിയറും സംഭവിക്കാതെ എക്സ്റ്റെൻഡ് ചെയ്യുക, ആ ഉള്ളത് റീഅറേഞ്ച് ചെയ്യുക, കഴിവ് മെറ്റീരിയൽ ഉപയോഗിക്കുക, അതിലൊക്കെയാണ് കഴിവിരിക്കുന്നത്. ക്ലീനിങ് വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റണം. എവിടെയാണെങ്കിലും, കിച്ചൺ ആണെങ്കിലും ഫ്ലോർ ആണെങ്കിലും എവിടെയാണെങ്കിലും ബാത്റൂം ആണെങ്കിലും കഴിവത് ഒരുപാട് കെർസുകൾ ഓർണമെൻ്റൽ വർക്കുകൾ അതൊക്കെ ഒഴിവാക്കണം. സാർ പറഞ്ഞ പോലെ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് പഴയ വീടിനെ അതിൻ്റെ പഴമ നഷ്ടപ്പെടാതെ തന്നെ പുതിയ രീതിയിലാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. അപ്പം എന്തായാലും സാർ പറഞ്ഞൊരു ഇൻഫർമേഷൻ പ്രേക്ഷകർ എല്ലാവരും തന്നെ നോട്ട് ചെയ്യുക. കാരണം ഒരു ആർക്കിടെക്റ്റിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ
അദ്ദേഹത്തിന് പാസ്റ്റ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ. അതെ, നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതായത് പറ്റണം. ക്ലയന്റും ആ ഒരു ആർക്കിടെക്ട് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് മസ്റ്റ് ആയിട്ട് വേണം. തീർച്ചയായും. അപ്പോൾ ഇതിന്റെ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ തോമസ്. അതെ, KP തോമസ് സാറാണ്. സാറിന്റെ ഒരു ഐഡിയ വളരെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ ഞാനും കണ്ടു, ഇപ്പോൾ പ്രേക്ഷകരും ഇപ്പോൾ മൈ ഹോമിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്. നമസ്കാരം. പഴയ വീടിനെ റിനോവേറ്റ് ചെയ്ത പുതുമയുള്ള മനോഹരമായൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. റിനോവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ആർക്കിടെക്റ്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ പ്രയോജനകരമായ സെഗ്മെന്റ് നിങ്ങളെ കാത്തിരിക്കുന്നു. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. ടെറസിൽ കൃഷി ചെയ്യുക എന്നുള്ളത് നമ്മുടെ വീട്ടിലും എങ്ങനെ സാധ്യമാകും? My home, building dreams. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലെ RCSC റോഡിലെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഈ വീടിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വീടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചോ ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഇത് രണ്ടുമല്ല. സാധാരണ നമ്മൾ സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൃഷികളൊക്കെ ചെയ്തു വരുന്നത്, കൂടുതൽ കാണാറുള്ളത്. എന്നാൽ ഈ വീടിൻ്റെ മുകളിൽ ശ്രദ്ധിച്ചറിയാം, ഇതിന് ടെറസിൽ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടെറസിൽ നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ സെഗ്മെൻറ്റിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വളരെ മനോഹരവും വളരെ അതിശയിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ ഒരു ടെറസിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നത്. കാരണം എറണാകുളം പോലുള്ള ഈ മെട്രോ സിറ്റിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ടെറസിൻ്റെ മുകളിൽ ഇത്ര നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നതെന്ന് അറിയുന്നത്. നിങ്ങൾക്കും ഇതൊരു റെയർ വിഷൻ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് ഈ കൃഷി നല്ല രീതിയിൽ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, ഇതിൻ്റെ പ്ലാനിങ് സ്റ്റേജ് എന്നിവയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. നമുക്കിതിൻ്റെ സൃഷ്ടികർത്താവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ക്ലീനിങ് ആണല്ലേ? മഴക്കാലമായതുകൊണ്ട് ഒത്തിരി കീടബാധ ഇപ്പോഴും ഉണ്ട്. മഴ പെയ്താലും പോകാത്തത്ര കീടബാധയുണ്ട്. അതുകൊണ്ടാണെങ്കിൽ പലതും ചീഞ്ഞും എല്ലാം പോകുന്നതിൻ്റെ അവസ്ഥ അതാണ്. ഇതിൽ ചെടിയിലൊക്കെ എന്താ ഫംഗസ്? ചെടിയിൽ ഫംഗസിൻ്റെ ആഗ്രഹം ഭയങ്കരമാണ്. അല്ലേ തന്നെ ഇതിൽ ചീഞ്ഞു പോയിക്കൊണ്ടിരിക്കും, പുഴുക്കേട് കൂടുതലാണ്. ഈ ഒരു കൃഷി ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 25 വർഷത്തോളം ആയല്ലേ? 25 വർഷമായി ഇപ്പോൾ. 25 വർഷമായി. അപ്പം വീട് വെച്ച ടൈമിൽ തന്നെ ആയിരിക്കണം ഇത് തുടങ്ങിയതല്ലേ? അതെ, ഇത് 3 സെൻറ്റിലാണ് ഈ വീടിരിക്കുന്നത്. ഈ 3 സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് അല്പം കൃഷി ചെയ്യാനുള്ള സ്ഥലമില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മയാണ്. മണ്ണിനോടുള്ളൊരു വൈകാരിക ബന്ധമുണ്ട്, താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്പം മണ്ണിന് വേണ്ടിയുള്ള ദാഹം. ഇത് 500-550 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് പുളിന്തേരിയുള്ള. പക്ഷേ ഇത് 700 സ്ക്വയർ ഫീറ്റ് എനിക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സിറ്റിയിൽ സ്ഥലം ഇല്ലല്ലോ. ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ അതിന് ഇവിടെ നമുക്ക് സ്ഥലം ഉണ്ടാക്കാൻ കൃഷിക്ക് ആവശ്യമില്ല. അപ്പോൾ നോക്കുമ്പോൾ വെറുതെ പോകുന്ന സ്ഥലം ടെറസാണ്. ആ ടെറസ് ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാഴ്ചപ്പാടാണ്. അല്പം പച്ചക്കറി, ഒരു കാന്താരിക്കൊടിയെങ്കിലും വെച്ച് വയ്ക്കണം. ഇതൊക്കെ പരിമിതമായത്. പക്ഷേ പിന്നീട് അത് വന്നപ്പോൾ ഒരു വലിയ ഒരു സമൂഹത്തിന് ആവശ്യമായ ഒന്നാണെന്നൊരു തോന്നൽ വരികയും സമൂഹത്തിന് മാത്രമല്ല ഈ പ്രകൃതിക്ക് തന്നെ ഇത് ആവശ്യമാണ്. സാറിപ്പം ഈ ഒരു ടെറസിൽ പിന്നീട് കൃഷി ചെയ്യാമെന്ന് ആഗ്രഹിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു പ്ലാനിങ് സ്റ്റേജ് എങ്ങനെയായിരുന്നു? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ മണ്ണ് ഇപ്പോൾ ഇവിടെ 25 സെൻറ്റിമീറ്റർ കനത്തിൽ മണ്ണ് ടെറസ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. 20 സെൻറ്റിമീറ്റർ കനം 10 ഇഞ്ച് നമ്മുടെ പഴയ കണക്കിന്. ഈ 10 ഇഞ്ച് മണ്ണ് മതി. ഇപ്പോൾ ഇവിടെ 4 മാവ്, ചെറിയ ഇതെല്ലാം നിൽപ്പുണ്ട്. ഇപ്പം നിൽക്കില്ല എന്നുള്ള ഒരു ധാരണ എനിക്കും ഉണ്ടായിരുന്നു. വാഴയെല്ലാം ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇപ്പോൾ ഈ 18 അടി 20 അടി ഉയരമുള്ള മാവ് ഇപ്പോൾ ഇവിടെ നമ്മുടെ പരിസരത്ത് നിൽക്കുക. അപ്പോൾ ഇത് കാറ്റത്ത് കുത്തി മറിഞ്ഞു പോകുന്നതായിരുന്നു എൻ്റെയും ധാരണ. പക്ഷെ പിന്നീട് മനസ്സിലാക്കി അത് മറിഞ്ഞു പോകില്ല. ഈ വെള്ളം താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വീടിന് ഇല്ല, വെള്ളം താഴേക്ക് ഇറങ്ങുന്ന പ്രശ്നമില്ല. നമ്മൾ ഈ ടെറസ് രൂപപ്പെടുത്തുന്ന സമയത്ത് തന്നെ മുൻകൂട്ടി മണ്ണിൻ്റെ ഭാരം ഈ മണ്ണിലൂടെ മഴക്കാലത്ത് വരും, ചിലപ്പോൾ വെള്ളം ഫുള്ളായിട്ട് കെട്ടി നിന്ന് വരും, വെള്ളം താഴേക്ക് ഒഴുകി പോകാതെ. അപ്പോൾ ഈ ലോഡെല്ലാം എടുക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ കമ്പിയുടെ എണ്ണം കൂട്ടി എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ ഒരു 50% കമ്പി കൂടുതലായിട്ട് ഉപയോഗിച്ചു. ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺക്രീറ്റ് ഇട്ട് അന്ന് തന്നെ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ഫിനിഷിംഗ് വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് അതാണ്. പൊതുവെ പണിക്കാർ പറയും നാളെ ചെയ്താൽ മതി എന്ന്. ഇപ്പോൾ പിറ്റേ ദിവസം ചെയ്യുമ്പോൾ അത് ഒരു ലെയറായി. മറിച്ച് അന്ന് തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ അത് ഒരു മോണോകാസ്റ്റിംഗ് ആണ്. ഏത് ഒന്നിച്ച് ചെയ്യുന്ന ഒറ്റ ഇതാണ്, അതിനൊരു സെപ്പറേഷൻ ഇല്ല. കോൺക്രീറ്റ് ചെയ്ത അന്ന് തന്നെ വൈകിട്ട് ഇത് മുഴുവനും പരുക്കനിട്ടിട്ട് സിമെൻറ്റ് മോട്ടർ ഉപയോഗിച്ച്, റിച്ച് മോട്ടർ എന്ന് പറയും, നല്ല കൂടുതൽ സിമെൻറ്റ് ഇട്ടുള്ള മോട്ടർ ഉപയോഗിച്ച് ലെവൽ ചെയ്തതിന് ശേഷം കുറച്ച് ഇതായിട്ടുള്ള കട്ടിയായിട്ടുള്ള സിമെൻറ്റ് ചാന്ത് വെച്ച് ഫിനിഷ് ചെയ്യുക. അത് അത്ര മിനുക്കൊന്നും വേണ്ട. പിറ്റേ ദിവസം വെള്ളം നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ. പ്ലാസ്റ്റേർഡ് സർഫസ് നമ്മൾ ചാന്ത് വെച്ച് ഫിനിഷ് ചെയ്ത ഉപരിതലം കൂടുതൽ വെയിൽ കൊണ്ട് അതിങ്ങനെ കാക്കക്കാല് വീഴും. അത് വീഴാതെ കുറച്ച് മണ്ണിടുക. ആദ്യം 2 ഇഞ്ച് മണ്ണൊക്കെ ഇടുക.
അതങ്ങനെ ഇട്ടിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് മണ്ണ് കയറ്റാം. ഞാൻ പറയല്ലേ, ഒരു 10 ഇഞ്ച് മണ്ണ്, 25 സെൻറ്റിമീറ്റർ കനത്തിൽ മണ്ണ് ധാരാളം മതി ഈ പറഞ്ഞ ഈ ചെടികൾക്കും മാവിനും എല്ലാം നിലനിൽക്കാൻ. ഇപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വരുന്നൊരു സംശയം, ഈ വെള്ളം തങ്ങി നിൽക്കില്ലേ, അതിന് പോകാൻ വല്ല പ്രത്യേക ഓപ്ഷനും സജ്ജീകരിച്ചിട്ടുണ്ടോ ഇവിടെ? വെള്ളം പോകാൻ നമ്മൾ ഈ ഇത്രയും സ്ഥലത്ത് ഫുള്ളായിട്ട് മണ്ണിടുമ്പോൾ ഈ മണ്ണിലേക്ക് വരുന്ന മഴക്കാലത്ത് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട്, വാർന്നു പോകാനായിട്ട് സമയമെടുക്കുമ്പോൾ വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്ഥിരം വെള്ളം നിൽക്കും. വെള്ളം അങ്ങനെ നിന്നാൽ ഈ ചെടികളുടെ വേര് ചെയ്യും. അപ്പോൾ അതിനായിട്ട് അവർ ഒരു 1.5 മീറ്റർ അകലത്തിൽ ഇഷ്ടിക വെച്ചിട്ട് ഇങ്ങനെ ഡ്രെയിൻ ഉണ്ടാക്കുക, ചെറിയൊരു ചാല്. ആ ചാലിലൂടെ മഴക്കാലത്ത് വെള്ളം താഴേക്ക് ഡൗൺ വാട്ടർ പൈപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴുകി പോകും. ഇപ്പോൾ സാർ പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ മണ്ണാണ് ഇവിടെ കനത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ഹെവി ആയിട്ടുള്ള മരങ്ങളുണ്ടല്ലോ, ഇപ്പോൾ മാവ് അതുപോലെ തന്നെയുള്ള മരങ്ങളുടെയൊക്കെ വേര് ഈ ഒരു ഭിത്തിക്കൊരു പ്രശ്നമാവുമോ? വേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേര് ഏത് അവസ്ഥയിലും അതിനെ അതിജീവിക്കാൻ ഈ വേര് തയ്യാറ്. ഇപ്പോൾ പലരും വന്നിട്ട് ഈ മാവെല്ലാം എങ്ങനെ നിൽക്കുന്നു, ഇതിൻ്റെ തായ് വേര് എവിടെ പോകുന്നതാണ് ചോദിക്കുന്നത്. അതിന് തായ് വേര് ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ തായ് വേര് പോകാൻ കഴിയില്ലെങ്കിൽ പോകാൻ കഴിയുന്ന സ്ഥലത്തേക്ക് ആ തായ് വേര് വളഞ്ഞു മാറി. അതുപോലെ തന്നെ ഈ ചെടികളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും വളം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച്? തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ടെറസിൻ്റെ ഇതിലായതുകൊണ്ട് പ്രത്യേകിച്ച് രാസവളങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കാവുള്ളൂ. രാസവളങ്ങൾ ഈ സിമെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. സിമെൻറ്റ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാൻ, അത് ചെനങ്കി ദ്രവിച്ച് പോകാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് ജൈവവളങ്ങളാണ്, പ്രത്യേകിച്ച് ജൈവവളങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ഈ മണ്ണിൻ്റെ ലോഡ് എടുക്കാനുള്ള കമ്പി കൂടുതൽ ഇട്ടിട്ടില്ല എന്നുള്ളതാണല്ലോ പഴയ ടെറസിൻ്റെ ഒരു ഇത്. പിന്നെ അതിൻ്റെ ഫിനിഷിങ് നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരം സ്ഥലത്ത് ഈ ലോഡ് ബാധിക്കാത്ത തരത്തിൽ ടെറസിൽ അതിൻ്റെ അടിയിലുള്ള ഭിത്തിയുടെ നോക്കിയിട്ട്, ഭിത്തിയും അല്ലെങ്കിൽ ബീംസൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഇഷ്ടിക വെച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ അതിനൊരു 3-3.5 അടി വീതിയിൽ നമ്മൾ ഇത് പരുക്കനിട്ട് ഫിനിഷ് ചെയ്ത് ചാന്ത് വെച്ചിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് സൈഡിൽ ഇഷ്ടിക വയ്ക്കുക. ഡ്രൈ പാക്ക് ചെയ്താൽ മതി, വേറെ സിമെൻറ്റ് ഇടാതെ ഇഷ്ടിക വെച്ചിട്ട് അതിനകത്ത് ഒരു 3/4 അടി മണ്ണിട്ടിട്ട് അതിനകത്ത് വെണ്ട, വഴുതന, കൊണ്ടൽ കൃഷികളെല്ലാം ചെയ്യാം നമുക്ക്. താഴെ കുറേ ചെടികൾ ഇങ്ങനെ കവറിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരുപാട് അങ്ങനെ വെച്ചിരിക്കുന്നത്. എന്താ അങ്ങനെ വെച്ചിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് മാക്സിമം സ്പേസ് ഉപയോഗപ്പെടുത്താം. എവിടെയെങ്കിലും ഉയർന്ന സ്ഥലമോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടിനകത്താക്കി അവിടെ വയ്ക്കാം. പിന്നെ സ്ഥലം മാറ്റി വയ്ക്കാം. ഇപ്പോൾ വെയിൽ കൊള്ളിക്കേണ്ട സാധനം വെയിലെടുത്തേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ അത് സാധിക്കും. പിന്നെ അതിൻ്റെ വളം പിടിക്കാനായിട്ട് മറ്റ് ചെടികൾ വേരുകൾ വരില്ല. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഗുണം. ഇപ്പോൾ ഇവിടെ കൂടുതലും മാവ്, അതുപോലെ തന്നെ ഏതാ കൂടുതൽ ചെടികൾ ഉപയോഗിച്ചത്? ഇവിടെ മാവുണ്ട്, ചെറുനാരകമുണ്ട്, മുരിങ്ങയുണ്ട്, ചെറിയുണ്ട്, പേര, അങ്ങനെ എല്ലാ സാധനം ഒരുവിധം ചെറിയ മരങ്ങളാവും. ഇതെല്ലാം ഒരു 18 അടി പൊക്കമുള്ള മാവ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. കാരണം ഇതുപോലെ സ്വന്തം വീടുകളിൽ നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വേരിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ വെള്ളം ഇറങ്ങി അത് നമ്മുടെ മൊത്തം ബിൽഡിങ്ങിനെ ബാധിക്കുമോ, അങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങളൊക്കെ ഉള്ളത് കാരണമായിരിക്കാം ചിലപ്പം ഒരുപക്ഷെ ആൾക്കാരും ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താത്തത്. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ മനസ്സിലായി കാണും ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത്. അല്ല, ഇത് അവർക്ക് കണ്ട് ബോധ്യപ്പെടാവുന്നതാണല്ലോ. 25 വർഷമായിട്ട് ഈ വീടിന് ഒരു നെഗറ്റീവ് ഫാക്ടർ ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് തുടങ്ങുന്ന കാലത്ത് എനിക്ക് കുറച്ച് മണ്ണ് മതി, ആ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതിലൊന്ന് നടക്കണം, ആ ഒരു അഭിലാഷം മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല, അത് എൻ്റെ മാത്രം വ്യക്തി എന്നുള്ളതിന് മാത്രമല്ല, ഈ സമൂഹത്തിനും ഇത് ആവശ്യമാണ്, ഈ പ്രകൃതിക്കും ഇത് ആവശ്യമാണെന്നുള്ളൊരു അവബോധം ഇപ്പോഴാണ് എനിക്കുണ്ടായത്. എന്തായാലും സ്ഥലം ഇല്ലെങ്കിലും നമുക്കുള്ള സ്ഥലത്ത് തന്നെ ഇങ്ങനൊരു കൃഷി നടത്താമെന്നുള്ളതൊരു എനിക്ക് പോലും മനസ്സിലായത് ഇപ്പോഴാണ് ശരിക്കും. കാരണം എറണാകുളം സിറ്റിയിൽ ഇപ്പോൾ സ്ഥലങ്ങൾ കിട്ടാനേ ഇല്ല. അതുപോലെ തന്നെ ഇങ്ങനെ കൃഷി ചെയ്ത് കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരെണ്ണം കാണുന്നത് തന്നെ. അപ്പോൾ എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു സെഗ്മെൻറ്റിലൂടെ നിങ്ങൾക്കും സ്വന്തമായിട്ട് നിങ്ങളുടെ വീടുകളിൽ എങ്ങനെ കൃഷി നടത്താം എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ടെറസിൽ കൃഷി ചെയ്യുക എന്നുള്ളത് നമ്മുടെ വീട്ടിലും എങ്ങനെ സാധ്യമാക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം മൈ ഹോമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Travancore Builders, My Home, brought to you by
Travancore Swiss Gardens Kochi. Expect the next launch from Travancore Builders. in association with വി ഗാർഡ് സ്റ്റെബിലൈസേഴ്സ് നിങ്ങളുടെ ടിവിക്ക് സംരക്ഷണമേകൂ എല്ലാ ആപത്തുകളിൽ നിന്നും. V-Guard, the name you can trust. ഈസ്റ്റേൺ കറി പൗഡർ കൈപുണ്യത്തിന്റെ 25 വർഷങ്ങൾ. എലമിക്സ് വെഡിംഗ് കാസിൽ കായംകുളം ഉടൻ കണ്ണൂരിലും.